കണ്ണൂർ നടുവിലിൽ യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ RSS അതിക്രമം ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ ഗാന്ധി അനുസ്മരണത്തിലേക്ക് കടന്നുകയറി ജയശ്രീറാം വിളിച്ചു. ഗാന്ധിയെ കൊന്നത് RSS ആണെന്ന ബാനർ മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് പ്രവർത്തകർ ബഹളം വെച്ചത്. RSS BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അർജുൻ കല്യാണ റിപ്പോർട്ട്. അതായത് കണ്ണൂർ നടുവിൽ ടൗണിലാണ് ഇത്തരത്തിലുള്ളൊരു അതിക്രമം നടന്നിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ ഗാന്ധി അനുസ്മരണ പരിപാടിയിലേക്ക് ഏകദേശം 10ഓളം വരുന്ന RSS പ്രവർത്തകർ അതിക്രമിച്ച് എത്തുകയും ആ പ്രദേശത്ത്, അതായത് ഈ പരിപാടിയുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള ഗാന്ധിയെ കൊന്നത് RSS ആണ് എന്ന് എഴുതിയിട്ടുള്ള ബാനർ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ RSS പ്രവർത്തകർ പരിപാടിയിലേക്ക് അതിക്രമിച്ച് കടക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇത് മാറ്റാൻ ഒരു കാരണവശാലും തയ്യാറല്ലെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുക അല്ലെങ്കിൽ ക്ഷണിക്കുകയും ചെയ്തു. അതോടുകൂടി തന്നെയാണ് ആ മേഖലയിൽ ഒരു സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോയത്. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ആ പ്രദേശത്തേക്ക് എത്തുകയും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധിച്ച് അല്ലെങ്കിൽ ഈ പരിപാടി അലങ്കോലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായി അവിടെ എത്തിയിട്ടുള്ള 10ഓളം തന്നെ RSS പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഈ പരിപാടിയിലേക്ക്, യൂത്ത് കോൺഗ്രസിൻ്റെ ഗാന്ധി അനുസ്മരണ പരിപാടിയിലേക്ക് അതിക്രമിച്ച് കടന്ന് ജയ് ശ്രീറാം വിളി ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ RSS പ്രവർത്തകർ വിളിച്ചു എന്ന കാര്യവും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഗാന്ധി അനുസ്മരണത്തിൻ്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായി ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയിട്ടുള്ള പരിപാടിയിലേക്കാണ് ഇത്തരത്തിൽ RSS പ്രവർത്തകർ അതിക്രമിച്ച് കടന്ന് ഇത്തരത്തിലൊരു സംഘർഷ സാധ്യത ഉണ്ടായിട്ടുള്ളത്. പരസ്പരം യൂത്ത് കോൺഗ്രസും RSSും തമ്മിലുള്ള ഒരു വാക്കേറ്റം ഉൾപ്പെടെയുള്ള നടപടികൾ അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട്, കാരണം ഇരു പാർട്ടികൾക്കും RSSനും ചെറിയ തോതിൽ സ്വാധീനമുള്ളൊരു മേഖലയാണ് ഈ നടുവിൽ പ്രദേശം. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഒരു സംഘർഷ സാധ്യത ഉള്ളതിനാൽ വളരെ പെട്ടെന്ന് തന്നെ തളിപ്പറമ്പ് DYSP ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ആ പ്രദേശത്തേക്ക് എത്തുകയും ആ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ ആ പ്രദേശത്തേക്ക് വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രശ്നം രൂക്ഷമല്ല, അല്ലെങ്കിൽ സംഘർഷ സാധ്യത അല്പം അയവ് വന്നിട്ടുണ്ടെങ്കിൽ കൂടി